guys, welcome to Aroma. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഈസി ചിക്കൻ ബർഗർ ആണ്. സോ ലെറ്റ്സ് മേക്ക് ഇറ്റ്. നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് ബോൺലെസ് ചിക്കൻ ആണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 to 3 hours മുമ്പ് ഉപ്പ്, വിനീഗർ, മഞ്ഞൾപ്പൊടി ഉള്ള വാട്ടറിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ചിക്കൻ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ള മിക്സ് റെഡിയാക്കണം. അതിനായിട്ട് ആദ്യം 1 കപ്പ് മൈദ, അതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അരക്കപ്പ് ഓട്സ്, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബർഗർ സോസ് ആണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, അര ടീസ്പൂൺ മസ്റ്റാർഡ് പൗഡർ അല്ലെങ്കിൽ മസ്റ്റാർഡ് പേസ്റ്റ്, one or 2 teaspoon mayonnaise, 1 teaspoon hot sauce, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം. അതാണ് ബർഗർ സോസ് റെഡിയായി. നമുക്ക് ചിക്കന് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൈസ് മിക്സ് വേണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ ഒനിയൻ പൗഡർ, അര ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മൾ ചിക്കൻ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കോട്ട് ചെയ്യാനുള്ള മിക്സ്, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ്. ഇനി നമ്മൾ ഓരോ ചിക്കൻ പീസസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ ആദ്യം ഈ മാവിലൊന്ന് കോട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വാട്ടറിൽ നല്ലപോലെ ഡിപ്പ് ചെയ്യും. 2 സൈഡും ചിക്കൻ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഈ പൗഡറിലിട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്യും. എന്നിട്ട് നമുക്കിത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാ പീസസും മാവിൽ കോട്ട് ചെയ്തെടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി വേറെ പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ അസംബിൾ ചെയ്യാം. അപ്പോൾ നമുക്കിനി ബർഗർ അസംബിൾ ചെയ്യാം. ഞാനിവിടെ നോർമൽ ബണ്ണാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ലോക്ക്ഡൗൺ കാരണം എനിക്ക് ബർഗർ ബൺ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ നോർമൽ ബൺ എടുത്തിട്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ അതിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ബർഗർ സോസ് നല്ലപോലെ ഫുള്ളി അപ്ലൈ ചെയ്യാണ്. സോസ് അപ്ലൈ ചെയ്ത ശേഷം ഞാൻ അതിലോട്ട് 2 ഒനിയൻ സ്ലൈസസ് വെക്കുന്നുണ്ട്. ഞാൻ അതിനുശേഷം ലെറ്റ്യൂസും ക്യാബേജും ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക്
വെക്കാം. ഞാൻ ഈ ലീവ്സ് വെച്ച ശേഷം അതിന് മുകളിൽ കുറച്ചും കൂടെ ബർഗർ സോസ് വയ്ക്കുന്നുണ്ട്, ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒരു ചിക്കൻ പീസ് അതിന് മുകളിൽ വയ്ക്കും. നിങ്ങൾക്ക് 1 or 2 നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച സ്പൈസ് മിക്സ് ഈ ചിക്കൻ്റെ മുകളിൽ കൂടി ഇടും. സ്പൈസ് മിക്സ് ഇട്ട ശേഷം ഞാൻ വീണ്ടും ഒരു 2 ഓനിയൻ സ്ലൈസസ് വയ്ക്കുന്നുണ്ട്. സ്ലൈസസ് വെച്ച ശേഷം നമുക്ക് പോലെ തന്നെ കുറച്ച് ലീവ്സും വെച്ച് ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതിന് മുകളിൽ ഞാൻ വീണ്ടും ബൺ വെച്ചിട്ട് നമ്മൾ ബർഗർ ഫിനിഷ് ചെയ്യുകയാണ്. ചീസ് ആഡ് ചെയ്യേണ്ടവർക്ക് ചീസ് ആഡ് ചെയ്യാം. ഞാൻ ചീസ് ഇപ്പം ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷനാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ട് ആഡ് ചെയ്യാം.